ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ ഫോട്ടോ കണ്ണീറമ്മയുടെ ഫോട്ടോയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വിൽക്കാൻ നിൽക്കുന്ന സമയത്ത് ശ്രുതി തിരിച്ചറിയുന്നുണ്ടല്ലോ അത് ചന്ദ്രയുടെ ഫോട്ടോയാണെന്ന്. അങ്ങനെ ശ്രുതി ആ ഒരു ഫോട്ടോസ് എല്ലാം തന്നെ പൈസ കൊടുത്ത് മേടിച്ച് വെക്കുകയാണ്. ഈ ഒരു സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തിനാ ശ്രുതി ഇത്രയും ഫോട്ടോസ് ചോദിക്കുന്ന സമയത്ത് ഇനി ഈ ഒരു ഫോട്ടോ അവൻ്റെ കയ്യിൽ നിന്ന് അവൻ ഈ ഒരു ലോക്കൽ മുഴുവൻ ഒരു ഫോട്ടോ കൊണ്ടേ വിൽക്കും, അത് നമ്മൾക്ക് നാണക്കേടാണെന്നൊക്കെയാണ് ശ്രുതി പറയുകയാണ് കേട്ടോ. അത് ശരിയാണ് ശ്രുതിക്കും തോന്നുകയാണ്. അതിനുശേഷം ശ്രുതി ഈ ഒരു ഫോട്ടോ കൊണ്ട് ചന്ദ്രയെ കാണിക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല. ചന്ദ്ര കലി തുള്ളി നിൽക്കുക കേട്ടോ. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രീകാന്തും വർഷയും സച്ചിയും എല്ലാം തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതിയുടെ ചിരി കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ദേഷ്യം അടക്കാനാതെ ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം തൻ്റെ ഫോട്ടോയിലേക്ക് നോക്കിയതിന് ശേഷം ഈ ഒരു ഫോട്ടോ ദേഷ്യത്തോട് തന്നെ വലിച്ചെറിയാണ് കേട്ടോ. വലിച്ചെറിഞ്ഞ് നേരെ കാലിൻ്റെ ചോട്ട് ചെല്ലുന്നത് നമ്മുടെ രവിയുടെയാണ്. രവി ഈ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം എൻ്റെ അമ്മ പേടിയായിട്ട് ഇതാരാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇത് കണ്ണേറമ്മയാണെന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്ര എടാ എന്ന് ദേഷ്യത്തോട് വിളിക്കുന്ന സമയത്ത് എന്താ ചന്ദ്ര നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്ന സമയത്താണ് വർഷ വന്നിട്ട് പറയുന്നത് ആൻറ്റിയുടെ ഫോട്ടോയാണ്, ആരോ കണ്ണേറമ്മയുടെ ഫോട്ടോയാണ് എന്നും പറഞ്ഞുകൊണ്ട് വിൽക്കുന്നതാണെന്നൊക്കെ പറയുമ്പോഴാണ് ഫോട്ടോയിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ ചന്ദ്രയാണെന്നുള്ള കാര്യം രവിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. രവിക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ രവി ചിരി ഇറക്കി വെച്ചതിന് ശേഷം ചന്ദ്രയുടെ ഒരു ഫോട്ടോയെ നോക്കി പുകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട്. കേൾക്കുമ്പോഴത്തെ ചന്ദ്രയ്ക്ക് ദേഷ്യം അടക്കാനാവും. ചന്ദ്ര പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ ഇതേപോലെ വിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമാവുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഫോട്ടോയ്ക്ക് ഇങ്ങനെ കണ്ണേറമ്മയുടെ ഫോട്ടോ ഇതൊന്നും ഫേസ് ഒന്നും വരില്ല, ഞാനൊരു പാവത്താനല്ലേ, നിനക്കതേ മേക്കപ്പ് ഇട്ട് വന്നില്ലെങ്കിൽ ആ ഒരു ഫേസ് ഉണ്ടെന്നൊക്കെ രവി മറുപടി പറയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് വർഷ ചിരിക്കുന്നുണ്ട്. വർഷയുടെ കൂടെ തന്നെ രേവതി ചിരിക്കുന്ന കാണും പറയുന്നത് നീ വലിയ കാര്യമായിട്ട് ചിരിക്കൊന്നും വേണ്ട, നീ എൻ്റെ തലയിൽ അരിപ്പൊടി കൊണ്ട് കമത്തി കൊണ്ടല്ലേ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വന്നത്, നീ തന്നെ മനഃപൂർവ്വം ഈ ഒരു പൂ വിറ്റുണ്ടാക്കുന്ന പൈസ കൂടാതെ നിനക്ക് ചെറിയൊരു വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നീ തന്നെ മനഃപൂർവ്വം ഇതേ രീതിയിൽ ഫോട്ടോ അടിച്ചിറക്കിയതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിനെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും ശ്രുതിയും അത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. പെട്ടെന്ന് സച്ചി എഴുന്നിട്ട് വന്നിട്ട് പറയുന്നത് എടാ ശ്രുതി എല്ലാവർക്കും ഇതിൻ്റെ സ്വഭാവമാണെന്ന് കരുതരുത്, രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ നാവടക്കി വെക്കുന്നുണ്ട്. കൂടുതൽ തന്നെ രവിയും ചന്ദ്രയെ വഴക്ക് പറയുന്നുണ്ട്. എന്നിരുന്നാലും ചന്ദ്ര പറയുന്നത് രേവതി തന്നെ മനഃപൂർവ്വമാണ് ഈ ഒരു ഫോട്ടോ കൊടുത്തതെന്നൊക്കെ പറയുന്ന സമയത്താണ് വർഷ വന്നിട്ട് പറയുന്ന ഈ ഒരു ഫോട്ടോയുടെ പേര് രേവതി ചേച്ചിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല ആയിരുന്നു, ഈ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടതിൻ്റെ പിന്നിൽ ഞാനായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പെട്ടെന്ന് ചോദിക്കുന്നു നീയോ പക്ഷേ നീ എൻ്റെ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ ശ്രീകാന്ത് അന്ന് ആൻറ്റിയുടെ ഫോട്ടോ എടുത്ത് ഞാൻ വെറുതെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടായിരുന്നു, പക്ഷേ ഏതോ ഒരു ആന്ധ്രാക്കാരനോ തമിഴ്നാട്ടുകാരനോ ആരോ ഒരു ഫോട്ടോ കണ്ട് അവരാണ് ഇതേ രീതിയിൽ ആക്കിയെടുത്തതെന്നൊക്കെ പറയാം കേട്ടോ. ആ ഒരു സമയം തന്നെ സച്ചി വേഗം നമ്മൾ അച്ഛൻ നമുക്ക് ഈ ഒരു ഫോട്ടോ ഇത് അമ്മയുടെ ഫോട്ടോ ഇല്ല, അതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് നമുക്കാണുള്ളത്, നമുക്ക് ഈ ഒരു നിലവിലെ ഇപ്പോൾ അമ്മയുടെ ഫോട്ടോ അച്ചടിക്കുന്നവർക്കെതിരെ നമുക്ക് കേസ് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊരു ബിസിനസ്സാക്കി എടുത്താൽ എന്തായെന്ന് സച്ചി ചോദിക്കുന്ന നേരത്ത് ശ്രുതി പറയാം കേട്ടോ, അമ്മയുടെ ഫോട്ടോ ബിസിനസ് ആയിക്കൂടായി ഞാനായിരിക്കും ഇതെല്ലാം തന്നെ ചെയ്യുന്നത്, ബിസിനസ്സുകാരനായി എനിക്ക് മാത്രം അതേ രീതിയിൽ ചെയ്യാൻ സാധിക്കുള്ളൂ, നിങ്ങൾക്ക് ആർക്കും ഇതിലുള്ള അവകാശമില്ല, അമ്മ ഈ ഒരു ഫോട്ടോയുടെ കോപ്പി റൈറ്റ്സ് എനിക്ക് തരണമെന്ന് ശ്രുതി പറയുമ്പോഴത്തേക്കും എല്ലാവരും മിണ്ടാതിരുന്നോളൂ എനിക്ക് പ്രാത പിടിക്കുന്നുണ്ടെന്ന് ചന്ദ്ര പറയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയണം അമ്മേ ഈ ഒരു ഫോട്ടോ പലരും ഒരു ഫോട്ടോ നോക്കി ഇത് ദിവ്യശക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഫോട്ടോയ്ക്ക് ആ ഒരു ശക്തി കിട്ടും, അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ ഷോറൂമിൽ വെച്ചോട്ടെ എന്ന് ശ്രുതി ചോദിക്കുന്ന നേരത്തെ ചന്ദ്ര എഴുന്നേറ്റ് വന്ന് ശ്രുതിയുടെ കർണം നോക്കി അടിച്ചിട്ട് അവിടെ എഴുന്നേറ്റ് പോവാണ്. സച്ചിയാണെങ്കിലും കിട്ടേണ്ടേ കിട്ടില്ല, സമാധാനമായില്ല, ഇനി പൊയ്ക്കോളാൻ പറയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന വിമലാൻ്റിയാണ്. വിമലാൻ്റി മീരയുടെ അടുത്ത് വന്നതിന് ശേഷം ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു സമയം തന്നെയാണ് മീര ശ്രുതിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നത് കേട്ടോ. ശ്രുതി വന്ന ഉടനെ തന്നെ അമ്മ എന്താണ് സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്താണ് ജോൾസിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വിമലാൻ്റി വളരെയധികം സങ്കടത്തോട് പറയുന്നുണ്ട്. കൂടുതൽ തന്നെ പറയുന്നുണ്ട് നീ തന്നെ എല്ലാ സത്യങ്ങളും വീട്ടിൽ തുറന്നു പറയുകയാണ്, ഈ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല മോളെ, നീ എത്രയും വേഗം സത്യങ്ങളെല്ലാം തന്നെ ശ്രുതിനോടും നിൻ്റെ അമ്മായിയമ്മയോടും തുറന്നു പറയാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആ സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയാൻ നിങ്ങളുടെ ജോൾസിൻ പറഞ്ഞ കാര്യം അവിടെ തന്നെ ഇപ്പം തന്നെ സംഭവിക്കും, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവുകയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി വിമലാൻ്റിയെ വഴക്ക് പറയുന്നുണ്ട്. എന്നിരുന്നാൽ വിമലാൻ്റി പറയുന്നത് ജോൾസിൻ പറഞ്ഞതെല്ലാം തന്നെ അച്ചട്ടായി നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞാനിപ്പോൾ വളരെയധികം സന്തോഷവതിയായിട്ടാണ് ജീവിക്കുന്നത്, അമ്മ പേടിയൊന്നുമില്ലാതെ തന്നെ വീട്ടിലേക്ക് തിരികെ പോയിക്കോളൂ, മീര അമ്മയൊന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വിമലാൻ്റിയെ സമാധാനിപ്പിച്ചിട്ടാണ് ശ്രുതി അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ശ്രുതി പോയത് തൊട്ട് പുറകെ തന്നെ മീരയോടായിട്ട് വിമലാൻ്റി പറയുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്, അവൾ പറയുന്ന പോലെയൊന്നുമല്ല, ഇനി അവൾക്ക് കഷ്ടകാലമാണ് ആരംഭിക്കാൻ പോകുന്നതൊക്കെ പറയുമ്പോഴത്തേക്കും മീര ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ഷോറൂമിലേക്ക് ചെന്നതിന് ശേഷം ശ്രുതിയും കൂടി ഈ ഒരു കണ്ണീറമ്മയുടെ അതായത് നമ്മുടെ ചന്ദ്രയുടെ ഫോട്ടോയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷോറൂമിൽ തന്നെ സ്റ്റാഫ് ഈ ഒരു ഫോട്ടോ തൂക്കുന്ന കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രുതി പറയുന്നുണ്ട്. ഈ ഒരു സമയം തന്നെയാണ് അഭിലാഷ് സാറിൻ്റെ കോൾ വരുന്നത്. സബ് ഡീലേഴ്സിനെ അഭിലാഷ് സാറിനെ പരിചയപ്പെടുത്തി
കൊടുത്തുകൊണ്ട് തന്നെ 10 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ്. കൂടുതൽ തന്നെ ഈ ഒരു ഫോട്ടോ ഇവിടെ വെച്ചത് കൊണ്ടാണ് അതിൻ്റെ ഒരു ഐശ്വര്യമാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ സ്റ്റാഫിനോടായിട്ട് എത്രയും വേഗം ആ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുന്നത്. അങ്ങനെ അവർ ആ ഫോട്ടോ തൂക്കാൻ തുടങ്ങുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എങ്ങാനും ആൻറ്റി ഇങ്ങോട്ടേക്ക് വന്നാൽ ആകെ പ്രശ്നമാവട്ടെ ശ്രുതി, ഈ ഒരു ഫോട്ടോയ്ക്ക് ശക്തി ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ഇതൊന്നും ഇവിടെ തൂക്കിയിടണ്ട, അത് നമുക്ക് റിസ്ക് ആണെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി വേഗം സ്റ്റാഫിനോട് ആ ഒരു ഫോട്ടോ മറ്റൊരിടത്തേക്ക് മാറ്റാനായിട്ട് പറയണം. അവർ ആ ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നത്. ആനന്ദിനെ കാണുമ്പോൾ തന്നെ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് വളരെ നല്ല കാലമാണ്, അഭിലാഷ് സാർ ഇപ്പോൾ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ, എനിക്ക് അഡ്വാൻസ് തുക കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് തുക പറയാൻ ഒരുങ്ങുന്ന സമയത്ത് ആനന്ദിനെ കാണുമ്പോൾ തന്നെ വേഗം തന്നെ ആ ഒരു മാറ്റം അവിടെ ശ്രുതി സ്റ്റോപ്പ് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ ആനന്ദിന് കാര്യം മനസ്സിലാവുന്ന ആനന്ദ് പറയാണ്, നിനക്ക് വേണ്ടിയിട്ട് അഭിലാഷ് സാറിനെ പരിചയപ്പെടുത്തുന്നത് ഞാനുണ്ട്, നിനക്ക് എന്നോട് ഒരു കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കില്ല, വേണ്ട, നിനക്ക് വേണ്ടി നല്ലൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നാലും ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് പിണങ്ങി പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ശ്രുതി വേഗം നിന്നിട്ട് പറയുന്നത്, ബ്രോ അങ്ങനെ പറയല്ലേ, ബ്രോ എൻ്റെ ചങ്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനന്ദിനെ ഒന്ന് പറപ്പിക്കാറുണ്ട്. ആനന്ദ് കൊടുത്ത് തന്നെ ബ്രോ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് പാർക്കിൽ വെച്ച് ഒരു വലിയൊരു മുതലാളിയെ പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ 5 കോടി രൂപയുടെ വീട് ഇപ്പം അദ്ദേഹം ദുബായിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ 3 കോടി രൂപയ്ക്ക് മറിച്ച് വിൽക്കാൻ തുടങ്ങിയാണ്. വിദ്യാഭ്യാസ യോഗ്യതയും നല്ല ബിസിനസ് മൈൻഡോട് കൂടി നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീട് കൊടുക്കുമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് നിന്നെയാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ ശ്രുതി, ഞാൻ നിൻ്റെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും നിനക്ക് ഈ ഒരു വീട് തരണമെന്നൊരു താല്പര്യമുണ്ടായി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബ്രോ വിചാരിക്കുന്ന പോലെ കോടികളുടെ ബിസിനസ്സൊന്നും എനിക്ക് ആയിട്ടില്ല എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും ഒറ്റയടിക്ക് ഒന്നും നടക്കുകയല്ല ശ്രുതി. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂട്ടി വെച്ചിട്ടാണ് നമുക്ക് വലിയ കാര്യങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിനക്ക് ആ ഒരു വീട് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നീ ഇതേക്കുറിച്ചൊന്ന് ആലോചിക്കാൻ പറയുമ്പോഴത്തേക്ക് ശ്രുതിയും കൊണ്ടും കൂടിയിട്ട് ഒന്നിരുത്തി ആലോചിക്കേണ്ട ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.